ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 1 വർഷമാകുന്നു. ഇന്ന് വരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, ഇല്ലേ? നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത്? ചോദിച്ചതിന് മറുപടി പറയാൻ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല എനിക്കറിയാവുന്നത്. പറയൂ, എന്താ നിന്റെ ആവശ്യം? ചോദിച്ചതിന് ഉത്തരം പറയണം. എന്നെ വെറുതെ വിടൂ, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. സാറേ, ഈ ഭ്രാന്ത് ഇടയ്ക്കുള്ളതാ. 10-12 കൊല്ലമായി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണെന്ന് അയാൾ കൂടെ ഉള്ളവർ പറയുന്നത്. നിങ്ങളെ വിളിച്ചില്ലല്ലോ സാർ. അയാൾ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ഇങ്ങനെ കുറെ ഭ്രാന്ത് എനിക്കുണ്ട്. എന്റെ വിവാഹം നടന്ന ദിവസം, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസം, എന്റെ മകൾ ജനിച്ച ദിവസം, അങ്ങനെ പലതും. ഇന്നെന്റെ വിവാഹ വാർഷികമാണ്. എന്നിട്ട് അത് ഇങ്ങനെയാണോ ആഘോഷിക്കുന്നത്? നമുക്ക് സ്വീറ്റ്സ് വാങ്ങാം, തടവുകാർക്കെല്ലാം കൊടുക്കാം. എന്താ? വേണ്ട. കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ജലപാനം പോലും ഇല്ലാതൊരു ദിവസം. ഈ വർഷവും ഞാൻ ആഘോഷിച്ചോട്ടെ. ഓക്കേ, നിന്റെ ഇഷ്ടം. വിചിത്രമാണ് നിന്റെ സ്വഭാവം. അടുത്ത വാർഷികം ഭാര്യയും മകളും ഒപ്പം ആർഭാടമായി ആഘോഷിക്കാം. എന്ത് വേണോട്ടോ? നിന്റെ തല. എന്ത് തല? തല മാറ് മാറ്, മുതലാളി വരുന്നു. മാറ്, മാറിക്കോടോ. വഴിന്ന് മാറി നിക്കടാ, മാറി നിക്കണോ? വഴിന്ന് മാറി നിക്കടാ പട്ടി. ശരീരത്ത് തൊട്ട കൊന്നുകളി ഞാൻ. അന്നീ എന്താണിക്ക? എന്താ പ്രശ്നം? മാറിത്തരും, പിടിച്ചു മാറ്റരുത്. താൻ അത് പോടോ. അതിനും മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. വാ, വന്ന ചോദിക്കട്ടെ. ഇക്ക എന്തിനാ വന്നത്? എന്നെ കാണാനാണോ? ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ ഇന്നോ എന്റെ പട്ടി വരും. ഇക്ക ആകെ പരിഭവിച്ചിരിക്കുക. ഇതാ, ഇത് വെച്ചോളൂ. അലിയാര് പിച്ച വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടേ ഉള്ളൂ. 12 വർഷം കിടന്ന് ജയിലില്. 14 വർഷമായിട്ട് എന്റെ കുട്ടികൾ കിടക്കുന്നു. ഒന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ, ഒരു പൊതി ബീഡി വാങ്ങി തന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ 1000 മടങ്ങ് വിലയുണ്ടായനെ. തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കണം. നേരിട്ട് വന്ന് കാണാനും ബന്ധപ്പെടാനും പഴയ നിലയല്ല എൻ്റേത്. ഞാനൊരു MLA. എനിക്ക് പാർട്ടിയിൽ ക്ലീൻ ഇമേജാ. ഇമേജ്? ഈ നില MLA ഇമേജ് ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങളുടെ ജോലിയും കൊടുത്തിട്ടുണ്ട്. മറക്കരുത്, മറക്കാൻ പാടില്ല. സഹായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ബാബയെ നേരിട്ട് കണ്ട് പറയണമെന്ന്. അതെ, എന്റെ അവസ്ഥ ഇക്ക മനസ്സിലാക്കണം. 10 കൊല്ലം ഞാൻ കാസിം സേട്ടിന്റെ കൂടെ നിന്നു. അയാളുടെ ബിസിനസ് ഇവിടെ ഞാനാ നോക്കി നടത്തിയത്. എനിക്കും എന്റേതായ ഒരു നിലനിൽപ്പ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ സ്വന്തമായി തുടങ്ങാൻ തീരുമാനിച്ചത്. അത് തെറ്റാണോ ഇക്ക? കാസിം സേട്ട് എന്നെ കൊല്ലും. എന്നെ രക്ഷിക്കണം. കാല് പിടിക്കാൻ ഞാൻ. എന്റെ ജീവൻ രക്ഷിക്കണം. ഇതിരിക്കട്ടെ, ഏത് വ്യവസ്ഥയ്ക്കും ഞാൻ തയ്യാറാണ്. നിന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? ജോർജ് മാത്യു. എന്നെ നിലനിർത്തിയാൽ ചോദിക്കുന്നത് എന്തും തരും. നിനക്ക് നേരിട്ട് സ്വർണം കിട്ടുമോ? കിട്ടും. എത്ര സ്വർണം വേണമെങ്കിലും എനിക്ക് എത്തിച്ചേരാൻ ആളുണ്ട്. ബാക്കി എല്ലാ സെറ്റപ്പും ഞാൻ ഉണ്ടായിക്കൊള്ളാം. ഇക്ക എന്റെ ജീവൻ രക്ഷിച്ചാൽ മതി. എന്തു പറയുന്നു രാമയ്യൻ? ഒറ്റയ്ക്ക് നടത്താൻ കഴിവുണ്ടെങ്കിൽ നടത്തട്ടല്ലേ? നമ്മുടെ ചേരിയിലെ കുറെ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിലും കിട്ടുമല്ലോ. അതെ ബാബ. ഹംസ, തൽക്കാലം നമ്മുടെ ഏതെങ്കിലും വീട്ടിൽ കൂട്ടട്ടെ. വേണ്ട സഹായമൊക്കെ ചേർക്കാൻ നമ്മുടെ ആളുകളോട് പറയണം. ശരി ബാബ. പൊയ്ക്കോ.
ഇനി കാസിം സേട്ട് നിന്നെ തൊടില്ല. ഹലോ അലിയാർ ഭായ്, ഐ എം കാസിം സേട്ട്. ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ തരുമോ? എനിക്കൊരു ചെറിയ ഫേവർ ചെയ്യണം. എൻ്റെ ഒരാൾ എന്നെ ചീറ്റ് ചെയ്ത് നിങ്ങളെ അഭയം പ്രാപിച്ചിട്ടുണ്ട്, ജോർജ് മാത്യു. എനിക്ക് അയാളെ തിരിച്ചു തരണം. എന്തിനാ? സ്മഗ്ലിംഗ് കണ്ണടച്ച് വിശ്വസിക്കേണ്ട തൊഴിലാണ്. വഞ്ചനയ്ക്ക് ഒറ്റ ശിക്ഷയുള്ളൂ, മരണം. ഞാനും ആ അഭിപ്രായക്കാരനാണ്. വഞ്ചിച്ചാൽ അതെന്റെ മകളായ പോലും ഞാൻ സഹിക്കില്ല. ഈ ജോർജിനെ വിട്ടുതരാൻ സാധിക്കില്ല. കാരണം ഞാൻ അവനെ രക്ഷിക്കാന്ന് വാക്ക് കൊടുത്തു പോയി, പണവും വാങ്ങി. അയാൾ തന്നതിന്റെ ഇരട്ടി ഞാൻ തരാം. അലിയാർ കൊറ്റ വാക്കേ ഉള്ളത്, മാറാത്ത വാക്കാ. നാം തമ്മിൽ ഒരു മത്സരം ഒഴിവാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. കാസിം സേട്ടിനെ അലിയാർ ഭായിക്ക് കൃത്യമായിട്ട് അറിയില്ല. അനുഭവിച്ചറിയാം. എന്താ? ടീക്കേ. കൊല്ലക്കുടിയിലെ മുയലിനെ ആ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നത്.
എന്നെ രക്ഷിച്ചു. ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട. ഈ ഉപകാരം ഞാൻ മറക്കില്ല. എന്റെ ദൈവമാണ് ഇക്ക. ആ മതി മതി, ദൈവങ്ങളുടെ എണ്ണം കൂട്ടണ്ട. ഇക്ക, ഇന്ന് എനിക്ക് സ്വർണം വരും. എന്റെ ആദ്യത്തെ ബിസിനസ്. ഇക്ക എന്നെ അനുഗ്രഹിക്കണം. ഇനി ഞാൻ പണം വാരും. കാല് വാരാതിരുന്നാ മതി. ബാബ, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? മോളെ, മോൾ അറിയോ ഉപ്പുപ്പാനെ? ആ, ആ, ആ. മോളറിയോ? സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടിയുടെ കുഞ്ഞു കയ്യിലൊരു കുഞ്ഞു വള. എന്താ സുജാതയുടെ മുഖം വല്ലാതെ? ഞാൻ വന്നത് അധികപ്പറ്റായോ? അയ്യോ ഇല്ല ബാബ, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാ ബാബയെ അറിയിക്കായിരുന്നു. എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ നിനക്ക് അറിയില്ല. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ബാബ വരും, വരണം. എന്റെ മക്കൾ എന്നെ ബാപ്പാന്ന് വിളിക്കുന്നു, നീ ബാബാന്ന് വിളിക്കുന്നു. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. നീ വിളിക്കുന്ന കേട്ടാ മറ്റുള്ളവരങ്ങനെ വിളിച്ചു തുടങ്ങിയത്. എൻ്റെ ഒപ്പം നിൽക്കുന്നവരെല്ലാം എനിക്ക് മക്കളെ പോലാ. നീ എനിക്ക് മോളെ പോലെയാ. നിന്റെ കെട്ടിയവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നില്ല. ശരി, സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഞാൻ നിൽക്കുന്നില്ല. വരട്ടെ. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ? ഓ, കഴിക്കാമല്ലോ. ഒരു കഷ്ണം കേക്കിങ് ഇതാ. ലേശം വലുതായിക്കോട്ടെ. നിന്റെ മോടെ പിറന്നാൾ കേക്ക് എന്റെ കെട്ടിയൊക്കെ കൊടുക്കണം. അവളാണ് ഈ ദിവസം ഓർമ്മ വെച്ചോണ്ട് പറഞ്ഞത്. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ഹേയ്, നിനക്കിപ്പോ എന്താ ജോലി? 1-2 മാസമായിട്ട് ഒരു ടാക്സി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുവരെ വല്ലാതെ കഷ്ടപ്പെട്ടു. പണി തരാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാ. 3 വർഷമായില്ലേ ഞാൻ ബാബയെ വിട്ടു പോന്നിട്ട്. പക്ഷേ ഇന്നും ഒരു ഗുണ്ടയായിട്ട് തന്നെ എൻ്റെ എല്ലാവരും കാണുന്നത്. ഇടയ്ക്ക് പോലീസ് അന്വേഷിച്ചു വരും. കാസിം സേട്ടിൻ്റെ കേസിലും എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ. തല്ലുകയും ചെയ്തു. പോലീസിൻ്റെ ലിസ്റ്റ് ഇപ്പോഴും ഞാനുണ്ട്. നമ്മളൊക്കെ വന്നുപെട്ട വഴിയില് ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ല. സമ്മതിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നീ സുജാതൻ തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിലക്കിയത്. കഴിവതും പിടിച്ചു നിൽക്കുക. കുറെ കഴിയുമ്പോൾ ഒക്കെ നേരെയാകും. ഇതിരിക്കട്ടെ. ഉമ്മ നിന്നെ എപ്പോഴും ചോദിക്കും. സമയം കിട്ടുമ്പോൾ സുജാതയും മോളെയും കൂട്ടി ഉമ്മ വന്ന് കാണണം. അലിയാര് കൊലയാളിയും കൊണ്ടയാണ്. കെട്ടിയോളും മക്കളും പാവങ്ങളാ. മാസാവസാനല്ലേ, ശമ്പളം തീർന്നിട്ടുണ്ടാവും. പിരിക്കാൻ ഇറങ്ങിയിരിക്കുക. എല്ലാം കറണ്ട് തന്നല്ലോ. അതെ. വെക്കോ വെക്കോ. എന്താടാ ഈ പുതിയ വേഷം? ഞാനിപ്പോൾ ടാക്സി ഓടിക്കാൻ സർ. ഈ ഡ്രൈവർ വേഷം ആരെ കൊല്ലാൻ വേണ്ടിയാ? ആരെയും കൊല്ലാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ് സർ. നിന്റെ ജീവിതമൊക്കെ എനിക്കറിയാം. എന്താടാ വണ്ടിയിൽ? സത്യം പറഞ്ഞോ. സത്യം പറഞ്ഞാൽ സാറ് വിശ്വസിക്കില്ല. നോക്കിയോ. ഡിക്കി തുറ. എന്തോന്നടാ ഈ ടയറിന്റെ ഉള്ളില്? സ്വർണവും കഞ്ചാവും ഒന്നും അല്ല സാറേ, കാറ്റാ. സംശയം ഉണ്ടെ പരിശോധിച്ച് നോക്കും. ചൂടാവാതെടാ, ചൂടാവാതെ. അടക്ക്. ഇവളോ? ഇതാ രാജമ്മയുടെ മോളല്ലേ? ഇവളെ ആർക്കാടാ കൊണ്ടുപോകുന്നത്? എനിക്കായിട്ട് കൊണ്ടുവന്നതാ. എന്റെ ഭാര്യയും കുഞ്ഞോ. അപ്പൊ നീയാണ് ഇവളെ തട്ടിക്കൊണ്ടുപോയതല്ലേ? ഭയങ്കര. നിനക്ക് എന്നെ അറിയാമോടി? ഇല്ല. കണ്ണൻ നായർ സാറ്. നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചാ പറയും. രാജമ്മയെ എനിക്കറിയാം. ഞാൻ എക്കാൺസ്റ്റബിൾ ആയിരുന്ന കാലത്തേ അറിയാം. ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട്. അന്ന് നീ വെറും കൊച്ചാ. ഓ, ഇന്നിപ്പോ അമ്മയെക്കാളും സുന്ദരി ആയിരിക്കുന്നല്ലോടി. സാറേ, ചെക്കിങ് കഴിഞ്ഞ ബുക്കും പേപ്പറും ഇഞ്ഞതാ. നിന്റെ ഫോട്ടോ കാണിച്ച് ആശിപ്പിച്ച് എന്റെ കാശമ്മ കുറെ തിന്നിട്ടുണ്ട്. ആന്റണി പഴയ സ്വഭാവം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. ആണത്തം പണയം വെച്ചിട്ടില്ല.
ചേട്ടത്തരം പറഞ്ഞ നിന്റെ ചങ്കിളി ഞാൻ പുറത്ത് വരും പോട്ടി. എന്താ പറയാം? ഹലോ, സെക്രട്ടറി ആണോ? ചലിയാര സംഗതി ആ കുഴഞ്ഞു മറിയാണല്ലോ സെക്രട്ടറി. ആഹാ, ഓഹോ, അപ്പൊ നിങ്ങൾ നേരത്തെ അറിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ എന്താണ് വേണ്ടത്? സർക്കാർ മാറിയും അറിഞ്ഞൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഓഹോ, ആ, അത് ശരി. ഉവ്വ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ ആപ്പിലായാൽ ഞങ്ങൾ മാത്രം ആയിരിക്കില്ല. നോക്കിയാ പോലെ ചെയ്യണം, ചെയ്തേ പറ്റൂ. സർക്കാർ മാറുന്ന ബാക്കിയുള്ളവർക്ക് കിടന്നു തുറക്കട്ടെ. ഇവനൊക്കെ കാര്യം കാണാൻ കാല് വരെ പിടിക്കും ചെറ്റകള്. എന്താ ബാബ കാര്യം? അലിയാരെ പിള്ളേരെ ഒതുക്കാൻ ഒരു പുതിയ ASP വന്നിരിക്കുന്നു. കുഴിച്ചു മൂടി വെക്കാൻ അവന് പൊക്കി എടുക്കണോന്ന്. വാലും തുമ്പ ഇല്ലാത്തവനൊക്കെ തുമ്മുണ്ടാക്കാൻ പോകുന്നെന്ന് നായിന്റെ മോൻ. നാടായ നാടുകൂടെ നമ്മുടെയൊക്കെ പടവടി ചൊട്ടിച്ചു വെച്ചിരിക്കുക. നിന്റെ ഉണ്ട്. എന്റെ നമ്മുടെ 4 പേരുടെ ഉണ്ട്. തെളിവില്ലാതെ ക്ലോസ് ചെയ്ത കേസുകളെല്ലാം അയാൾ കുത്തിപ്പൊക്കുകയാണ്. ഞങ്ങളോട് നേരിട്ട് ഹാജരാകാൻ CI വന്ന് പറഞ്ഞു. എന്താ അവന്റെ പേര്? ഹരിദാസ് IPS. ആ ഏത് PS ആണെങ്കിലും ഏറെ കളിച്ച അവന്റെ മയ്യത്ത് കടലിൽ പൊങ്ങും. അവന്റെ അമ്മയുടെ ദാസൻ. നീ വിളിച്ച വരില്ലടാ, നിന്നെ ഇവിടെ വന്ന് കാണണം. എടുത്തിട്ട് ആന്റണി, അലിയാരുടെ വലങ്കൈ രക്ഷപ്പെടുകയാണല്ലേ? ഞാനിപ്പോൾ ആ കൂട്ടത്തിലൊന്നുമില്ല സർ. 3 കൊല്ലമായിട്ട് ഞാൻ വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. ഭാര്യയും കുഞ്ഞുമായിട്ട് വളരെ ഒതുങ്ങി കഴിയാണ് സർ. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ അനുവദിക്കണം സർ. അഭിനയമൊന്നും വേണ്ട, സകല കള്ളത്തരങ്ങളും പഠിച്ചവനാ ഞാൻ. ഇന്നലെ വരെ ഇവിടെ നടന്ന ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ഒക്കെ നിന്റെ കൈയുണ്ട്. ഒക്കെ ഞാൻ തെളിയിച്ചു തരാം. കേരള ജീപ്പിൽ. അയ്യോ സാറേ, ഞങ്ങളെ സഹായിക്കണം. പറഞ്ഞതൊക്കെ സത്യ. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും രക്ഷിക്കണം. അതിനേക്കാൾ വലുതാടി ഈ നാടിന്റെ രക്ഷ. കേരള ജീപ്പിൽ. സാറേ, ചേട്ടനൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എന്നെ വേണേ കൊല്ലാം, ഞാൻ തെറ്റുകാരനാ. ഒരു തെറ്റും ചെയ്യാത്തതിന്റെ പെണ്ണെ തൊട്ട ഞാൻ സഹിക്കില്ല സർ. തൊട്ടാ നീ എന്ത് ചെയ്യും? സീത സാവത്തിരൊന്നുമല്ലല്ലോ. കേരള ജീപ്പിൽ. ചേട്ടാ, ചേട്ടാ, എന്റെ ചേട്ടനെ കൊണ്ടുപോകല്ലേ. അയ്യോ, അയ്യോ സാറേ, കൊണ്ടുപോകല്ലേ. ചേട്ടാ, വിജയ്, 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 എന്താ കബീറെ? ആന്റണി മക്കലും വരുന്നുണ്ട്. ഒരുപാട് തല്ലിയല്ലേ? എന്റെ സുജയും മോളും അവരെ കണ്ടു കിട്ടിയില്ല അല്ലേ?
സുജ എവിടെ? അകത്തുണ്ട്. സുജേ, സുജേ, സുജേ. കരയണ്ട. ഇത്രയും കാലം എന്റെ അമ്മയുടെ പേരുദോഷം എനിക്കുണ്ടായുള്ളൂ. ഇപ്പോ ഞാനും ചീത്തയായി. എന്നെ ചീത്തയാക്കി. എനിക്കൊരായുധം വേണം. എനിക്ക് നല്ലവനാകണ്ട. എനിക്ക് കൊല്ലണം. ഇവനെയൊക്കെ പിച്ചി ചീന്തി കൊല്ലണം. എനിക്കൊരായുധം തരൂ. നീ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ട് നിന്റെ കൂടെ.